ഡൽഹി സംസ്ഥാനത്താകെ അരവിന്ദ് കെജ്രിവാൾ നടത്തുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിക്കിടെ ബി.ജെ.പി. പ്രവർത്തകൻ അരവിന്ദ് കെജ്രിവാളിനെ ആക്രമിച്ചത് രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് ആം ആദ്മി പാർട്ടി സംസ്ഥാന രാഷ്ട്രീയകാര്യ സമിതി അംഗം മെൽവിൻ വിനോദ് അഭിപ്രായപ്പെട്ടു. ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് ആം ആദ്മി പാർട്ടി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി AG's ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ നടത്തുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ അരവിന്ദ് കെജ്രിവാളിന് ലഭിക്കുന്ന വർദ്ധിച്ച ജനപിന്തുണയാണ് BJPയെ അസ്വസ്ഥമാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. EDയെയും CBIയെയും കൊണ്ട് വേട്ടയാടി തളർന്ന BJP ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ ശാരീരികമായി നേരിട്ട് തോൽപ്പിക്കുവാൻ ശ്രമിക്കുന്നത് രാഷ്ട്രീയ പാപ്പരത്തമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ആം ആദ്മി പാർട്ടി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ ഡോക്ടർ AO റോയ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ സലീം കൈരളി, ജില്ലാ കമ്മിറ്റി അംഗം ഡോക്ടർ മുഹമ്മദ് അലി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ റാലി AG's ഓഫീസിന് മുന്നിൽ സമാപിച്ചു. ആം ആദ്മി പാർട്ടി സജീവ പ്രവർത്തകരായ നെടുമങ്ങാട് മണ്ഡലം പ്രസിഡന്റ് അജിദാസ്, വനിതാ ജില്ലാ കമ്മിറ്റി അംഗം ശുഫ സഞ്ജയ്, ജില്ലാ കമ്മിറ്റി അംഗം സബീർ അബ്ദുൾ റഷീദ്, സുമൽ രാജ്, സമിൻ സത്യദാസ്, സന്തോഷ് ചിറയൻകീഴ്, സജയ്, ഹേമരാജ് എന്നിവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ഭാരത് വിഷൻ, തിരുവനന്തപുരം.